മറന്നിട്ടൊന്നുമില്ല. അത്ര വലിയ മണ്ടത്തരൊക്കെ UK വന്നിട്ട് പറ്റി. നമ്മുടെ നാട്ടില് തെറ്റായ ധാരണയാണെന്ന്. റൂമിൽ എവിടെ പൂവില്ല, ഒരു പൂച്ചട്ടി പോലും ഇല്ല. എങ്ങനെയാണ് ക്യാരവാനിൽ കുളിപ്പിക്കുന്നത്? ക്യാരവാന്റെ കോലം നോക്കിയേ. അതൊക്കെയാണ് ഞാൻ ഈ കുഞ്ഞു ബാബയ്ക്ക് കൊടുക്കുന്നത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ നാടെ പുറത്ത് പോവാണ്. സ്കൈ ബേബിനെ കുറച്ച് ദിവസമായി നമ്മൾ വണ്ടിയിൽ തന്നെ നിർത്തുന്നു. ക്യാരവാനിനുള്ളിൽ തന്നെയാണ് സ്കൈ ബേബി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ലോക്കായി പോയ അവസ്ഥയാ. മഴയാണ് ഇവിടെ കൂട്ടുകാരെ, നാട്ടിലെ പോലെ തന്നെ ഇവിടെയും മഴയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, മഴയായത് കാരണം കുഞ്ഞു ബേബീനെ പുറത്തൊന്നും കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു മുഷിച്ചിൽ വേണ്ട. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് പോകാൻ തീരുമാനിച്ചു. ഓ എന്റെ പൊന്നെ, ഒരു ആനക്കുരു എന്റെ മൂക്കി വന്നിരിക്കുന്നുണ്ടോ? ഞാൻ പോട്ടാ, നിങ്ങൾ പൊക്കോ. നീ വലുതാകുമ്പോ ചോദിച്ചാലോ, അപ്പ അമ്മ എവിടെ കൊണ്ടുപോയില്ലല്ലോ, എന്നെ വീട്ടിൽ തന്നെ ഇരുത്തിക്കുവായിരുന്നല്ലോ ചോദിച്ചാലോ. കുഞ്ഞാണോ? കങ്കാരുവിനെ പോലെ ഉണ്ടല്ലേ? മറ്റേ കങ്കാരു ബാഗ് ഇപ്പൊ വാങ്ങിച്ചിടാൻ പറ്റുമായിരിക്കൂലേ? ഇപ്പൊ ഇടാൻ പറ്റും, 3 മാസമായില്ലേ. ഞാൻ ക്യാരവാൻ ലോക്ക് ചെയ്തിട്ട് വരാം. ഫോൺ എടുത്തു കേട്ടോ. അപ്പൊ ഫോൺ എടുത്തില്ലേ നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം ക്യാരവാനെ. ലോക്കായി, ലോക്കായിട്ടുണ്ട്. ലോക്കാക്കണ്ട, എങ്ങോട്ടാന്ന് മറന്നു കഴിച്ചേ. വണ്ടി കുറച്ച് ദിവസമായിട്ട് ഇവിടെ ക്യാരവാൻ എടുത്തിട്ടേ ടയറൊക്കെ നോക്കി ടയർ പൊട്ടാനായോണ്ടല്ലോ. നോക്കിയേ, വിണ്ടല് കയറിയേക്കുന്നേ. ടയർ പൊട്ടാനൊന്നും ആയിട്ടില്ല. ഇതെന്താ ഇത്? പൊട്ടാനായതാണോ? പൊട്ടാനാദ്യം ഡിസൈൻ ആയിരിക്കുന്നേ. ക്യാരവാന്റെ കോലം നോക്കിയേ. മൊത്തം മഴ പെയ്തതിന് മേലത്തെ ആ മരത്തിലെ ചെടിയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ മൊത്തം വീണ് കിടക്കുന്നേ. ഇങ്ങനെയായിരുന്നോ? ഇങ്ങനെ പാടുണ്ടായിരുന്നു മേലെ? അറിയത്തില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. നമുക്ക് ഇപ്പോഴായിരിക്കും മഴ പെയ്തപ്പോഴായിരിക്കും കുതിർന്നതെല്ലാം നനഞ്ഞു പൊന്തിയത്. അപ്പൊ ഞാനന്ന് വണ്ടി ഓടിക്കുന്നേ. വണ്ടി എടുത്തോ. ഓക്കെ, ഉറപ്പാ? ഞാൻ എടുത്തിട്ട് നീ കേറിയാ മതി. നീ കൊച്ചും പുറത്തു നിന്നോ. എന്റെ മോനെ പൊന്നു ഹീറോ ഒക്കെ കാണിക്കുന്നുണ്ട്. കീ ഇടാൻ പറ്റത്തില്ല കേട്ടോ. നീ എന്താ കാണിക്കുന്നേ? എടി അതല്ല കാറിന്റെ കീ. കാറിന്റെ കീ തേണ്ട വേറെ കീയാ. നീ അത് മാത്രം എടുത്തോളോ? അതിൻ്റെ ഉള്ളിലുണ്ട്, എടുത്തിട്ട് വാ. പോ. കാറിന്റെ കീ ഏതെന്നറിയില്ല എനിക്ക്. അത് ശരി, കീ എടുത്തിട്ടേ കാര്യമുള്ളൂ. ആഹാ, പൊന്നു അങ്ങനെ വണ്ടി ഓടിക്കാൻ പോവാന്നൊക്കെ പറയുന്നേ. പൊന്നു നാട്ടിൽ ഓമിനിയൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. നമ്മുടെ ഈ വണ്ടി ഓടിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒമ്പോ വട്ടനാക്കിയതല്ല, എന്റെ ഇതിനകത്തായിരുന്നേ, ജീൻസിന്റെ പോക്കറ്റില്, ഈ പോക്കറ്റില് അതുണ്ടല്ലോ. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ കീ മാത്രം ഇട്ടിട്ട് ഈ ഇഗ്നിഷൻ ഓൺ ആക്കിയാലോ കൂട്ടുകാരെ, നമുക്ക് ഉള്ളിലേക്ക് ചാർജറിന്റെ ആ സാധനം വർക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ റിമോട്ട് കീ വണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിന്റെ റിമോട്ട് മാത്രം ഊരിയെടുത്തു. അപ്പോൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യാലോ. കീ ഉള്ളിലുണ്ടാവും, റിമോട്ട് കയ്യിലും ഉണ്ടാവും. സീറ്റിങ്ങിന് മുന്നോട്ടേക്ക് ആക്കുന്ന യന്ത്രം എന്താ? അങ്ങനെയല്ല, മിഷ്യനോ? ഇങ്ങനെ വലിക്കുന്ന ഒരു കമ്പി ഉണ്ടാവില്ല ഇടത് സൈഡിൽ അടിയിൽ. ഇത്ര വരുമല്ലോ ഇനിയും വരും. മതി. ഇത് ആക്സിലറേറ്റർ, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടെ മാറ്റ്. ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഇനിയപ്പോ പൊന്നു ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയിലാണേ. എടി വണ്ടി ഏത് ഗിയറില്ല? ന്യൂട്രലാണ്. എന്താ കാണിക്കുന്നേ? നീ കഴിഞ്ഞ കൊല്ലല്ലേ മിനി കൂപ്പർ ഓടിച്ചേ? പിന്നെ ഇപ്പൊ 1 വർഷമായില്ലേ? ഇതിപ്പോ ഇനിയും പഠിപ്പിച്ചു പറഞ്ഞ ആദ്യം തൊട്ട്. ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇടിക്കും ഞാന്. ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യടി. ബ്രേക്കിൽ കാല് വെച്ചോട്ടോ. ആക്സിലേറ്റർ ഒന്നും പിടിച്ച് നോക്കല്ലേ, ആ മരമൊക്കെ ഇടിച്ചു പിടിച്ച് പോയേക്കരുത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? വണ്ടി സ്റ്റാർട്ടായി. പുകയുണ്ടല്ലോ, തണുപ്പിന്റെ പുകയുണ്ട് കേട്ടോ. അണ്ട് ബ്രേക്ക് ഉടനെ വലത്തോട്ട് ഇരിക്കുക.
അങ്ങനെ പൊന്നു അങ്ങനെ വണ്ടി ഓടിച്ചു കൂട്ടുകാരെ. പൊന്നു എന്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രേക്ക് ഔട്ടി. ആ ആ മതി മതി മതി. മറന്നിട്ടൊന്നുമില്ല. ഓഫാക്കണ്ട നീ ഇറങ്ങി പോരെ. ഹാൻഡ് ബ്രേക്ക് വലിച്ചോ. ഇറങ്ങ. ഇത്ര പിടിച്ചാ പോരെ നിനക്ക്? ഞാൻ ഉദ്ദേശിച്ചതല്ല. ആ ഞാൻ ഇങ്ങനെ വളച്ച് ഇങ്ങനെ തിരിച്ച് ഒറ്റ പോക്ക് വേണം. അതൊക്കെ പിന്നെ പൊന്നെ അതൊക്കെ നമുക്കുണ്ടല്ലോ. അതെ അതൊക്കെ നമുക്ക് നാട്ടിൽ പോയിട്ട് പഠിക്കാം, ഓടിക്കാം, നമ്മുടെ ഭൂമിയിൽ ഓടിക്കാം. ഹാപ്പി ആയോ? മുഖത്തിന് അത്ര വെളിച്ചം പോരില്ല, പ്രകാശം പോരാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാ വണ്ടി ഓടിക്കാന്. ഞാൻ ഇടിക്കൊന്നുമില്ല, പേടിക്കും. നീ ഇടിക്കൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നാലും എന്നെ വിശ്വസിച്ച് വണ്ടി തന്നില്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ പൊന്നു നമ്മുടെ വണ്ടി പിന്നെ ഓടിച്ചട്ടോ. നമ്മുടെ വണ്ടി ചെമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനക്കി. അതന്നെ മുന്നോട്ടും പുറകോട്ട് ചെറുതായിട്ടൊന്ന് അനക്കി. അത് അനക്കിയില്ലേ, അതിന് വലിയ കാര്യാ. പൊന്നുവിനെ നാട്ടിൽ ഓമിന് പഠിക്കാൻ പഠിപ്പിച്ചായിരുന്നു കേട്ടോ ഞാന്. അപ്പൊ ചെറുതായിട്ട് പൊന്നു ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ എടുക്കുമായിരുന്നു നാട്ടിൽ നിന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു മിനി കൂപ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ മിനി കൂപ്പർ പൊന്നു കുറച്ച് അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ടും പുറകോട്ടൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നല്ലോണം ഓടിക്കുമായിരുന്നു. ആ കല്ലിട്ട വഴി കൂടെ ആ ചെറുതായിട്ട് ഇങ്ങനെ റോട്ടിലൂടെ അല്ല, കുഞ്ഞു റോട്ടിലൂടെ, കുഞ്ഞു പോക്കറ്റ് റോഡിലൂടെ ഒക്കെ പൊന്നു ഓടിക്കുമായിരുന്നു കേട്ടോ മിനി കൂപ്പർ. അപ്പൊ പൊന്നു ആദ്യമായിട്ട് ഇത്രയും വലിയ വണ്ടി ഓടിക്കുന്നല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ പൊന്നു എന്തായാലും ലാൻഡ് റോവർ ഓടിച്ചു. അപ്പൊ എന്തായാലും അടിപൊളി. എനിക്ക് ഓടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. നീ അടിപൊളി ലേഡി. ഞാൻ വിചാരിച്ചു ഞാൻ അപ്പാടങ്ങ് ബ്രേക്ക് അമർത്തി ചവിട്ടു, ഇങ്ങനെ വണ്ടി ഇങ്ങനെ അങ്ങ് പോയി നിൽക്കുമെന്നൊക്കെ പേടിച്ചു. ഇല്ലല്ല, നല്ല നൈസായിട്ട് നിർത്തി അല്ലേ? നല്ല പതുക്കെ പൊന്നു ബ്രേക്ക് ചവിട്ടി. വലിയ കുത്തി വണ്ടി ഓഫായി പോയിട്ടൊന്നുമില്ല, വൃത്തിയായിട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ പൊന്നു വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ കൂട്ടുകാരെ, എന്റെ വണ്ടി ഓടിക്കലൊക്കെ കഴിച്ച് സാമ്പോ തന്നെ പിന്നെയും വണ്ടി ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ എന്താണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? മീൻസ് പോട്ടെ വരട്ടെ. ആ ഇവിടെ മതിടാ, സ്ഥലമുണ്ട്. വണ്ടി വരുന്നുണ്ട്. വരട്ടെ. മതി. പോട്ടെ. ഇവിടെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ കൂട്ടുകാരെ. അതുകൊണ്ടാട്ടോ നമുക്ക് 2 വണ്ടി പോകാനുള്ള സ്ഥലം ഈ റോഡിലുണ്ട്. കുഞ്ഞിപ്പെണ്ണ് കേറിയത് ഉറങ്ങിയിടാ. ഉറങ്ങി? പെണ്ണ് തന്നെ സ്ഥിരം പരിപാടിയാണല്ലോ. വണ്ടി കയറി കഴിഞ്ഞാൽ നടന്ന് ഉറങ്ങും. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആക്കാണ്ട് ഇപ്പൊ കരഞ്ഞോളൂ അവള്. ആ ക്യാരവാന് ഉള്ളിലാണെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കിടന്നിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കും കേട്ടോ. അവിടെ വണ്ടി കയറി അപ്പൊ കിടന്ന് ഒറ്റ ഉറക്കാം. എന്തോ കീ കൊടുത്ത പോലെ പെണ്ണ്. പിന്നെ കടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും, അതുകൊണ്ടായിരിക്കും. കറക്റ്റ് ഒരു സ്പേസിലെത്തിയപ്പോ നമുക്ക് പോകാൻ പറ്റി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൈ ബേബീനെ എങ്ങനെയാണ് ഞങ്ങളോട് കേട്ടോ, ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൈ ബേബീനെ എങ്ങനെയാണ് ആ ക്യാരവാനിൽ നോക്കുന്നത്, എങ്ങനെയാണ് ക്യാരവാനിൽ കുളിപ്പിക്കുന്നത്, കുഞ്ഞുവിന്റെ നാപ്പി കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ സ്കൈ ബേബീനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പറയട്ടോ ഞാൻ? അപ്പൊ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുളിപ്പിക്കുന്നത് നമ്മളുടെ ക്യാരവാന്റെ ഉള്ളിൽ തന്നെയാണ്. ക്യാരവാന്റെ ഉള്ളിൽ നമ്മുടെ വാഷ് ബേസിൻ ഇല്ലേ, നമ്മൾ പാത്രം കഴുകുന്ന വാഷ് ബേസിൻ ഉണ്ടോ, സിങ്കിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കുക. സിങ്കിൽ വെച്ചിട്ടല്ല, കയ്യിൽ പിടിക്കേണ്ട സിങ്കിന്റെ അവിടെ
വെച്ചിട്ടാണ് കുളിപ്പിക്കുക. കയ്യിൽ ഞാൻ എടുത്ത് പിടിക്കും, കയ്യിൽ എടുത്ത് പിടിക്കും, ഞാൻ എന്നിട്ട് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കും. അങ്ങനെയാട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ തന്നെ കുളിപ്പിക്കും. രാവിലെ ഒരു 8:30-9:00 ആ ടൈമിന്റെ ഇടയിലാണ് കുളിപ്പിക്കുക. മിക്കപ്പോഴും 9:30-10 മണി കൂടി പോയാല് ആ ഒരു ടൈമിൽ കുളിപ്പിക്കും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാമിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ പാമ്പേഴ്സ് ആണ്. അതാണ് നാപ്പി. പാമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ബ്രാൻഡ് അല്ലേ? എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. അത് കുറെ ആൾക്കാർക്ക് അറിയത്തില്ല. എല്ലാരും പാമ്പർ എന്ന് പറഞ്ഞേ. ഞാൻ വിചാരിച്ച എന്താന്ന് അറിയിച്ചേ, പാമ്പർ എന്ന് പറയുന്നത് തന്നെ എല്ലാത്തിനും കൂടെ പാമ്പർ എന്നാണ് പറയുന്നതെന്നാണ് ഞാനങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ. പിന്നല്ലേ മനസ്സിലായേ നാപ്പിയാണ് സാധനത്തിന് ശരിക്കും പേര്. ഒരു കുഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത്. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെയാട്ടോ. അത് ഫസ്റ്റ് ഞാനിവിടെ കെയർ റൂമിൽ ജോലിക്ക് പോയപ്പോണ്ടല്ലോ, നമ്മൾ പ്രായമായ ആൾക്കാരുടെ എന്താണ് പാഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെറ്റൊക്കെ ആയാല്. അപ്പൊ അവിടെ വർക്കിന് പോയ സമയത്ത് ഞാൻ അവിടുത്തെ സീനിയേഴ്സിനോട് ചോദിച്ചു, ഒരാൾ വെറ്റായിരിക്കും. ഞാൻ പോയി പറഞ്ഞത് എന്താണ് ഇനി ആളുടെ പാമ്പർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അങ്ങനെ പാമ്പ് വലിയവരുടെ അങ്ങനെയുള്ള പാഡിന് പറയുന്നത് പാഡ് എന്നാണ് കേട്ടോ, പാമ്പർ എന്നല്ല. ഓക്കെ, അപ്പൊ എന്ത് പഠിച്ചു? അതിന്ന് പാമ്പർ അല്ല, പാഡാണ് വലിയവർക്ക്. ചെറിയവർക്ക് നാപ്പി എന്നുമാണ് പഠിക്കുന്നത്. നമുക്ക് മാത്രം അറിയാത്തത്, ഞങ്ങൾക്ക് മാത്രമായിരിക്കും അറിയത്തുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ്. അറിയാത്തവർക്കൊരു ഇതാവൂലോ, ഇൻഫോർമേറ്റീവ് വീഡിയോ ആവൂലോ. പിന്നെ ഈ നാപ്പി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് വെറ്റ് നാപ്പി ഉണ്ടാവും, അതേപോലെ പൂ ഉള്ളതും ഉണ്ടാവും. പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പി. അപ്പിക്ക് ഇവിടെ പൂ എന്നാണ് പറയാട്ടോ, പൂവല്ല. എന്നോട് പറഞ്ഞേ, ഞാൻ അതേപോലെ എന്റെ കൂട്ടുകാരെ കെയർ ഹോമില് പോകുമ്പോ ഈ അപ്പി ഇട്ടോ എന്നുള്ളതിന് ഇംഗ്ലീഷുകാര് പറയുന്നത് പോയിട്ട് പൂ ഇട്ടോ നോക്കാന്ന് അറിയും. ഞാൻ ആ റൂമിൽ പോയിട്ട് പൂ തപ്പലോ. ഇവരുടെ റൂമിൽ എവിടെ പൂ ഇല്ല, ഒരു പൂച്ചട്ടി പോലും ഇല്ല. ഇവിടെ പൂ കാണാന്. ആദ്യമായിട്ട് കെയർ ഹോമില് വർക്കിന് പോയ സമയത്ത്, കെയർ ഹോമിൽ പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഡെയിലി ഞാൻ വീട്ടിൽ വരുമ്പോ ഓരോ കോമഡി ഉണ്ടാവും പറയാൻ ഇച്ചനോട്. പക്ഷെ ഇച്ച എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ പൊന്നു വരുന്നതിന് മുന്നേ ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന കേട്ടോ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കാര്യങ്ങളായിട്ട് അറിയാവുന്നത് കാരണം ഞാൻ ജസ്റ്റ് പിടിച്ചു നിന്നു. എന്നിട്ട് പക്ഷെ ഈ പൂവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് അപ്പിടുവാന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ ബൗവൽ ഓപ്പണിംഗ് എന്നൊക്കെ ഉള്ളത് പിന്നെയല്ലേ മനസ്സിലാവുന്ന, അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ. എന്നിട്ട് ഞാൻ പോയിട്ട് കുറെ പൂവൊക്കെ സത്യമായിട്ടോട്ട് എന്തായാലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഇത് ഞാനായിട്ട് അവരോട് പോയി പറയുകയും ചെയ്തു, ഞാൻ അവിടെ ഫ്ലവർ ഒന്നും കണ്ടില്ല, സോറി എന്ന് പറയും. അപ്പിക്കാണ് ഇവിടെ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്ര വലിയ മണ്ടത്തരൊക്കെ UK വന്നിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാ അപ്പൊ പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്റെ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിരുന്നു എന്ന്. ഞാൻ വന്നപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ ഒരു എന്താ പറയാ, ഹലോ ഹായ് ഹലോ ഹായ് ഐ ആം ഇംഗ്ലീഷ് ആ ഒരു ലെവലായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ടെങ്കില്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ സംസാരിച്ച് അവരുടെ വായിലേക്ക് ഞാൻ നോക്കുന്നു. അവർ പറയുന്ന ഓരോ പ്രൊനൗൺസിയേഷൻ അതിനനുസരിച്ച് പറയാൻ തുടങ്ങി, അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ 1 മാസത്തിനുള്ളിൽ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങിയില്ലേ ചേ. നല്ല മാറ്റം വന്നു, എല്ലാവരുമായിട്ട് കമ്പനിയായി. അപ്പൊ അങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ അത്ര ഫ്ലുവന്റ് ഒന്നല്ലായിരുന്നു. ഇപ്പൊ ആണ് കുറച്ച് പിടിച്ചു നിൽക്കാനുള്ള രീതിയിൽ പറഞ്ഞല്ല എനിക്ക് മനസ്സിലാവും കേട്ടോ. കാരണം തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമായിരുന്നല്ലോ, ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാം ഞാൻ പഠിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഇപ്പൊ ഇംഗ്ലീഷ് കൊണ്ട് വലിയ പേടിയൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എവിടെ പോയിട്ടുണ്ടെങ്കിലും. അന്ന് വെച്ച് ഘോര പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ അറിയണം ഇംഗ്ലീഷില്. ഇവനറിയാം, ഇവന് നല്ലോണം ഇംഗ്ലീഷ് ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പൂവിനെ കുറിച്ചാണ്. അപ്പൊ നാപ്പി എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് ഒരു കവർ ഉണ്ട്. അപ്പൊ അത് നല്ല സ്മെല്ല് തോന്നുന്നത് എന്താ പറയാ, നല്ല അത്തറിന്റെ മണാണ്, നല്ല പൂവിന്റെ മണം അല്ലേ? എന്താടാ നീ നാക്കുവാണോ കുഞ്ഞാ? അപ്പൊ അതിന് നല്ല സ്മെല്ലാട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു വൈറ്റ് കവറിലിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോ ബിന്നുകളുണ്ടോ, യെല്ലോ ബിന്ന്, ബ്ലാക്ക് ബിന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ബിന്നുകളുണ്ട്. അപ്പൊ നമ്മള് അത് നിറയുമ്പോ, വൈറ്റ് കവർ നിറയുമ്പോ ആ ബിന്നിൽ കൊണ്ടുപോയിടും. അങ്ങനെയാട്ടോ. അപ്പൊ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നീറ്റ് ആയിരിക്കും, ഫുൾ ഹൈജീൻ ആയിരിക്കും. എല്ലാ കാര്യങ്ങളൊക്കെ നീറ്റ് പക്കയാണ് കേട്ടോ. അപ്പൊ സ്കൈ ബേബി ഉറങ്ങുന്നത്
നമ്മളങ്ങനെ രാത്രി കാണുന്ന കരച്ചിലോ അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ ഒരു ദിവസം കണ്ടല്ലേ ഒറ്റവട്ടം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം രാത്രി അത് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വീട്ടിട്ടുണ്ട്. ഒരു ദിവസം എന്താന്നറിയത്തില്ല, ആകെ ഒറ്റ ദിവസം മാത്രം ഉറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്, പക്ഷെ ഉറങ്ങിയില്ല. ഇതാണ് കോവൻട്രിയിലെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ സിംബലം കണ്ടോ, ഇങ്ങനെയാട്ടോ. ഇവിടെ കണ്ടോ ഒരു സാധനം, ഇതാണ് സിഗ്നല്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കും നമ്മൾ എങ്ങനെയാണ് ഒരു വഴിയിലേക്ക് പോകണ്ടേന്ന്. അപ്പൊ നമുക്ക് കാണിച്ചു തരൂല്ലേ ചേ. ട്രെയിൻ കയറിയാണെങ്കിൽ ട്രെയിനിന്റെ ഇത് ഇങ്ങനത്തെ സിംബലം കാണിക്കും. ഓണടിക്കടാ, ഇയാള് പോണ്ടേ. ബിൽഡിങ് ഇത് കോവൻട്രി ടൗൺ സെന്റർ, ടൗൺ ആട്ടോ. ആകാശം നോക്കിയേ, നല്ല ഇരുണ്ട് മൂടി. നമ്മള് ഗുരുദ്വാരയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗുരുദ്വാര. ആൾക്കാരുണ്ടല്ലേ. കൂട്ടുകാരെ, നമ്മളിതാ ഗുരുദ്വാരയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളതിന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് വരും. കണ്ടോ, വണ്ടി നിർത്തി കുഞ്ഞു പെണ്ണെണീച്ചു. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഗുരുദ്വാരയിൽ പോയി പ്രാർത്ഥിച്ചു, ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ വണ്ടിന്റെ കോലം കണ്ടോ കൂട്ടുകാരെ, കണ്ടോ മൊത്തം നോക്ക്. നമ്മളെ മരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ടേക്കല്ലായിരുന്നോ, ചെളീന്നൊക്കെ വെച്ചാ നോക്ക്. അതങ്ങനെ കുറച്ചേ പോകും തോന്നില്ല കുഞ്ഞ അല്ലേ. അത് കൊറേ ടിഷ്യൂ വേണ്ടി വരും തുടങ്ങണേല്. നല്ല ചെളിയായിട്ട് നമ്മുടെ വണ്ടി മൊത്തം കുറെ ദിവസമായില്ലേ ഇപ്പൊ നമ്മള് പുറത്തിറക്കി കഴുകിയിട്ടൊക്കെ. അന്ന് കഴുകിയത് നമ്മള്. എന്റെ പാടാണ്, അമ്മന്റെ മുഖത്ത് വെയിലുണ്ടോ? ആനാണോ പറയണേ? കൂട്ടുകാരെ കൂട്ടുകാരെ ചേച്ചി സുഖാണോന്ന്. കുഞ്ഞിപ്പെണ്ണിനാണ് കുറെ ആൾക്കാരെ ഒന്നിച്ച് കണ്ടോണ്ടല്ലോ, ഭയങ്കര അവളിങ്ങനെ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ പിന്നെ മിണ്ടത്തില്ല, പമ്മിരിക്കും കേട്ടോ. പമ്മിയായിട്ട് ഇങ്ങനെ നോക്കു ചുറ്റും, ആരൊക്കെയാന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ ഇവിടെ മിണ്ടാൻ പറ്റുമോ? ഇനി ഞാൻ മിണ്ടിയ പ്രശ്നമാവോ? അതൊക്കെ ആയിരിക്കും ഓർക്കുന്നേ. മിണ്ടത്തില്ല കേട്ടോ, അങ്ങനെ കരയുന്നില്ല. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കരയത്തില്ല. നെക്സ്റ്റ് ഞാൻ ഫീഡ് ചെയ്യുന്ന കാര്യം, സ്കൈ ബേബീനെ ഞാൻ ഫീഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു 2 മണിക്കൂർ കൂടുമ്പോഴേ ഫീഡ് ചെയ്യാവുള്ളേ, അല്ലാണ്ട് ഫീഡ് ചെയ്തതെന്ന്. അങ്ങനെയുള്ളത് നമ്മുടെ നാട്ടില് തെറ്റായ ധാരണയാണെന്ന് ഞാൻ പറയുന്നു കൂട്ടുകാരെ. കാരണം എന്നോട് ഇവിടുന്ന് പറഞ്ഞത് 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞു പാവകൾക്ക് ഒരു 1/2 മണിക്കൂർ 1/4 മണിക്കൂർ ഇടവേളകളിൽ ഫീഡ് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമാണെങ്കിൽ. അല്ലാണ്ട് കുത്തി നിറച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കരുത് ഒരു കുഞ്ഞിനും. അവർക്ക് ആവശ്യമാണെങ്കിൽ അവർ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വേണേലും ഫീഡ് ചെയ്യാം. ഓവർ ഫീഡ് ചെയ്തിട്ട് വൊമിറ്റ് ചെയ്യിപ്പിക്കണ്ട. അവർക്ക് ആവശ്യമുള്ള അത്രയും അവൾ കുടിച്ചിട്ട് അവർക്ക് മതിയാകുമ്പോ, അവർക്ക് മതിയെന്നാകുമ്പോ അവർ തന്നെ നിർത്തിക്കോളൂല്ലോ. അതേപോലെ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഒരു വശത്തെ മാത്രം ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അടുത്ത തവണ ഫീഡ് ചെയ്യുമ്പോൾ അടുത്ത ബ്രസ്റ്റിൽ നിന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞത് 15 മിനിറ്റ് ഇവിടെയാണെങ്കിൽ 15 മിനിറ്റ് ഈ വശം, അങ്ങനെ മാറി 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 കൊടുക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഫീഡിങ്ങിനുള്ള ഇൻഫർമേഷൻ എന്നോട് തന്നിട്ടുള്ളത്. അതൊക്കെയാണ് ഞാൻ ഈ കുഞ്ഞു വാവയ്ക്ക് കൊടുക്കുന്നതും. അവള് ഹാപ്പിയാണ്, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അത് കാരണം നാപ്പി ഇച്ചിരി കൂടുതൽ ഉണ്ടാകുമെന്ന് മാത്രം. കാരണം ഫ്രീക്വൻസി കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന കാരണം യൂറിൻ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാപ്പി ഇങ്ങനെ കൂടുതലുണ്ടാവും. അപ്പൊ കുഞ്ഞു ബേബി ഹാപ്പി ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും, ബൈക്കൊന്നിടാറേ ഇല്ല. അപ്പൊ കൂട്ടുകാരെ, കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫീഡ് ചെയ്തിട്ട് മൂക്കിക്കൂടെ വരുന്നു ചേച്ചി, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കൂടുതലായിട്ടാണോന്നൊന്നും അറിയത്തില്ല എന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫീഡ് ചെയ്ത പാടെ അവരെ കിടത്തരുത്. അവര് നമ്മൾ കുറച്ചു നേരം
എന്ത് കാരണം വന്നാലും കടത്തരുത്. ഗ്യാസ് ഇല്ലേ, ഇപ്പൊ പാല് കുടിച്ചോണ്ട് നല്ല സുഖമല്ല, അങ്ങ് ഉറങ്ങി അങ്ങ് പോകും കേട്ടോ. വയറ് നിറയുന്നുണ്ട്, നല്ല നമ്മുടെ ചൂടും കൂടെ കിട്ടുമ്പോ ഉറങ്ങും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ ഇവിടെ കുഞ്ഞു ബേബീനെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ടുണ്ട്. ഞാനിപ്പോ കാണാൻ പറ്റുന്നില്ലേ നല്ല പോലെ. അപ്പൊ ഇതേ തലേന്റെ ഇവിടെ ഇങ്ങനെയാണ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിരല് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കഴുത്തിന്റെ ഇങ്ങനെ അവള് പുറകോട്ട് വീഴാണ്ടിരിക്കാൻ ഇങ്ങനെ. ഈ വിരല് ഇവിടെ മേലെയും ബാക്കി ഒരു വിരൽ ഇവിടെയും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മടിയിൽ ഇങ്ങനെ നിവർത്തിയിരുത്തും, കണ്ടോ? അവിടെ അങ്ങനെ ഇരിക്കും, അതായത് നടുവ് നിവർന്നിരിക്കും, ഒട്ടും ബെൻഡില്ലാതെ. ഗ്യാസ് കളഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇരുത്തുമ്പോ തന്നെ അങ്ങനെ കുറച്ചേരം ഇരുത്തിയാൽ മതി, അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്യാസ് പോകും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുന്നോട്ടാക്കുക, എന്നിട്ട് പുറകോട്ടാക്കുക, എന്നിട്ട് നേരെ ഇരുത്തുക, എന്നിട്ട് വലത്തോട്ടാക്കുക, ഇടത്തോട്ടാക്കുക, അട്ടിച്ച് കുഞ്ഞു പോവാൻ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുത്തുക. അപ്പൊ ഗ്യാസ് ഒക്കെ പൊക്കോളൂ കേട്ടോ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മൾ ഇങ്ങനെ കുഞ്ഞു ബേബീനെ അപ്പൊ മോനൊരു വാടാ, നമ്മളെ കുഞ്ഞു ബേബീനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയല്ലേ നാട്ടില് ബർപ്പ് ചെയ്യാ. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇങ്ങനെ ഇരുത്തിട്ട് പോയില്ലെങ്കിലാണ് നമ്മള് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ് വല്ലാണ്ട് നമ്മുടെ ഷോൾഡറിൽ അമങ്ങൂലേ, അപ്പൊ അവർക്ക് ചിലപ്പോ വേദനയൊക്കെ എടുക്കുന്നുണ്ടാവും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതാകുമ്പോ സേഫ് ആണ്. അപ്പൊ ഇതിനൊക്കെ പുറമെ പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് കുഞ്ഞിന് കൊടുക്കുന്ന ടമ്മി ടൈം. നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ കുഞ്ഞ് കളിക്കുന്ന ടൈമൊക്കെ ഇല്ലേ, കുറച്ച് ആക്റ്റീവ് ഒക്കെ ആയിട്ടിരിക്കാൻ തോന്നുവാണെങ്കിൽ കുഞ്ഞിന് നേരെ കമത്തി ബെഡിൽ കടത്തും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ വയറ് ബെഡിൽ തട്ടി ഇങ്ങനെ കമന്ന് കിടക്കുമല്ലോ, എന്നിട്ട് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ നീന്താനൊക്കെ നോക്കും. നീന്താൻ മീൻസ് കൈയും കാലൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കാൻ നോക്കും. അപ്പൊ ഏകദേശം ഒരു 2 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെ ടമ്മി ടൈം കൊടുത്താൽ മതി, വയറ് തട്ടി ഇങ്ങനെ കടന്നാൽ മതി. അപ്പൊ അങ്ങനെ നടക്കുന്നത് നല്ലതാണെന്ന് ഇവിടുന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നടത്താറുണ്ട് കേട്ടോ. അങ്ങനെ നടത്തുമ്പോ തന്നെ എനിക്ക് തന്നെ ഗ്യാസ് പോവാനൊക്കെ ആയിട്ടാണ് തോന്നുന്നത് പറഞ്ഞു. മളി അവർക്ക് പോവണം, അവരുടെ ദഹനം കറക്റ്റായി നടക്കുന്നുണ്ട് എന്നുള്ളതിന് അവര് നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ആണത്. ദഹിക്കുന്നുണ്ടാമേ കബൂച്ചി എന്ന് പറയുന്നയാ അല്ലമ്മ. എന്നാ പോയാലോ? പോവാം. വണ്ടി എടുത്തില്ലേ ഇപ്പൊ കാറാൻ തുടങ്ങും. വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പൊ സ്കൈ ബേബിക്ക് വണ്ടി എടുത്തോണം. കുഞ്ഞിനെ കടത്തിക്കോ, കുഞ്ഞിന്റെ സീറ്റിലേക്ക്. മഴ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യാൻ സാധ്യത. എനിക്ക് ഇഷ്ടമായി മഴ പെയ്യുമ്പോ. കുഞ്ഞെന്തെടുക്കുന്ന മഴ പെയ്യുമ്പോ ഉറങ്ങിയോ? ആ സുഖമായിട്ട് ഇതാ കിടന്നുറങ്ങുന്നു. നമ്മുടെ വീട് എവിടെയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ കൂട്ടുകാരെ? ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടാവും? 100 മീറ്റർ, 200 മീറ്റർ, 500 മീറ്റർ, 300 മീറ്റർ. എത്രയായിരിക്കും? നീ എത്ര പറയുന്നേ? ഞാൻ ഗസ് ചെയ്യട്ടെ. 0.3 മൈല്. നമ്മുടെ വീട് കണ്ട കൂട്ടുകാരെ, നല്ല മഴ ചാർന്നിട്ട് കേട്ടോ. നൈസ്, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല നൈസ് കാറ്റും നൈസ് മഴ ചാറ്റും കേട്ടോ. ഒരു സൂര്യപ്രകാശവും അല്ലേ, കൊള്ളാല്ലേ? ഇതൊക്കെ ശരിക്കും ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കൂട്ടുകാരെ. നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കണം കേട്ടോ. ഒരു കുഞ്ഞൊരു സ്പേസിൽ നിങ്ങളുടെ ഫാമിലി മാത്രമായിട്ടൊക്കെ ജീവിച്ചു നോക്കണം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് കാര്യങ്ങള് ജീവിതത്തിലല്ലേ. അതെ, നമുക്ക് രണ്ടുപേർക്ക് ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മനസ്സിലാകാൻ തുടങ്ങും. ഇങ്ങനത്തെ ക്യാരവാൻ ലൈഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ അതാണ് കേട്ടോ. എന്താണ്, ചെറിയ ഒരു സ്പേസിൽ ചിലവ് കുറച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അതാണ് ക്യാരവാൻ ലൈഫ് കൊണ്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ ശരിക്കും ക്യാരവാൻ ലൈഫിൽ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഹാപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത്, നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അത്രയോട് കൂടെ ഇന്നത്തെ വീഡിയോ. മറ്റു വീഡിയോ നാളെ കാണാം. മഴയും വെയിലും